1 സാമുവേൽ 18 അധ്യായം 6 മുതൽ 9 വരെയും 19 അധ്യായം 1 മുതൽ 7 വരെയും വാക്യങ്ങൾ. ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിനു ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രയേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സൗളിനെ എതിരേറ്റു. അവർ സന്തോഷം കൊണ്ട് മതിമറന്നു പാടി. സൗൾ 1000 കൊന്നു, ദാവീദ് 10,000. ഇത് സൗളിന് ഇഷ്ടപ്പെട്ടില്ല. കോപാകുലനായി അവൻ പറഞ്ഞു, അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്കോ 1000. ഇനി രാജത്വമില്ലാതെ എന്താണ് അവന് കിട്ടാനുള്ളത്? അന്നുമുതൽ സൗൾ ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി. ദാവീദിനെ കൊന്നുകളയണമെന്ന് സൗൽ ജോനാഥനോടും ഭൃത്യന്മാരോടും കൽപ്പിച്ചു. എന്നാൽ സൗളിന്റെ മകൻ ജോനാഥൻ ദാവീദിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ജോനാഥൻ ദാവീദിനോട് പറഞ്ഞു, എന്റെ പിതാവ് സൗൾ നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതിനാൽ നാളെ രാവിലെ നീ എവിടെയെങ്കിലും പോയി കരുതലോടെ ഒളിച്ചിരിക്കുക. നീ ഒളിച്ചിരിക്കുന്ന വയലിൽ വന്ന് എന്റെ പിതാവിനോട് നിന്നെപ്പറ്റി ഞാൻ സംസാരിക്കാം. എന്തെങ്കിലും അറിഞ്ഞാൽ നിന്നോട് പറയാം. ജോനാഥൻ തന്റെ പിതാവ് സൗളിനോട് ദാവീദിനെപ്പറ്റി നന്നായി സംസാരിച്ചു. അവൻ പറഞ്ഞു, ദാസനായ ദാവീദിനോട് രാജാവ് തിന്മ പ്രവർത്തിക്കരുതേ. അവൻ അങ്ങയോട് തിന്മ പ്രവർത്തിച്ചിട്ടില്ല. അവന്റെ പ്രവൃത്തികൾ അങ്ങേക്ക് ഗുണകരമാകുന്നതേയുള്ളൂ. അവൻ സ്വജീവനെ അവഗണിച്ചു പോലും ഗോലിയാത്തിനെ വധിച്ചു. മഹത്തായ വിജയം കർത്താവ് ഇസ്രയേല്യർക്ക് നൽകി. അതുകൊണ്ട് അങ്ങ് സന്തോഷിച്ചതാണ്. അകാരണമായി ദാവീദിനെ കൊന്ന് നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞ് പാപം ചെയ്യുന്നതെന്തിന്? സൗൽ ജോനാഥന്റെ വാക്ക് കേട്ടു. ദാവീദിനെ കൊല്ലുകയില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ ശപഥം ചെയ്തു. ജോനാഥൻ ദാവീദിനെ വിളിച്ച് ഇതറിയിച്ചു. അവൻ ദാവീദിനെ സൗളിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ദാവീദ് മുൻപത്തെ പോലെ അവനെ സേവിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 3 അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യേശു ശിഷ്യന്മാരോടുകൂടെ കളത്തിടത്തേക്ക് പോയി. ഗലീലയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യൂദ, ജെറുസലേം, ഇദുമേയ എന്നിവിടങ്ങളിൽ നിന്നും, ജോർദാന്റെ മറുകരയിൽ നിന്നും, ടയീർ, സീദോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവന്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവന്റെ അടുത്തെത്തി. ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയതുമൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവന്റെ മുമ്പിൽ വീണ് ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ദൈവവചനമാണ് നാം കേട്ടത്.